ഇറാനെതിരെ കൂടുതൽ കർക്കശ നടപടികൾ ട്രംപ് ഭരണകൂടം കൈക്കൊള്ളുമെന്നുള്ള പ്രതീക്ഷയിൽ ഇസ്രായേൽ. അറബ് രാജ്യങ്ങളുമായി ഇസ്രായേലിനെ മികച്ച ബന്ധം ഉറപ്പാക്കുന്നതിന് അനുകൂല നിലപാടുണ്ടാകണമെന്നും ഇസ്രായേൽ പറയുന്നു. ഹിസ്ബുള്ളയെ അതിർത്തിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ ശക്തമാക്കാനും അമേരിക്കയുടെ ഇടപെടൽ പ്രതീക്ഷിക്കുന്നതായി ഇസ്രായേൽ ഊർജ്ജ വകുപ്പ് മന്ത്രി എലി കോഹൻ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇസ്രയേലിനൊപ്പം എന്ന നിലപാട് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ട്രംപ് പലതവണ ആവർത്തിച്ചിരുന്നു. മാത്രമല്ല, ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളെ ശക്തമായ ഭാഷയിൽ തള്ളിപ്പറയുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ഇറാനെതിരായ നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യം ഇസ്രയേൽ ഉന്നയിക്കുന്നത്. നേരിട്ടുള്ള ഇറാന്റെ ആക്രമണത്തിന് പുറമെ ഹിസ്ബുള്ള, ഹമാസ് ഉൾപ്പെടെയുള്ള 7ഓളം ഭീകര സംഘടനകളെ ഇറാൻ പിന്തുണയ്ക്കുകയും ചെയ്യുകയാണ്. ജോ ബൈഡന്റെ കാലഘട്ടത്തിൽ ഇറാനെതിരായ കർശനമായ നടപടികൾ സ്വീകരിച്ചില്ല എന്ന നിലപാടും ഇസ്രയേൽ വ്യക്തമാക്കുന്നുണ്ട്. ഇറാനിലെ എണ്ണപ്പാടങ്ങളും ആണവ കേന്ദ്രങ്ങളും ആക്രമിക്കരുതെന്ന് കർശനമായ നിർദ്ദേശം അമേരിക്ക ഇസ്രയേലിന് നൽകുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതികരണം ശക്തമാക്കിയിരിക്കുന്നത്. ഇസ്രയേൽ ഊർജ്ജ വകുപ്പ് മന്ത്രി ഏലി കോഹൻ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അമേരിക്കയുടെ ഇറാനെതിരായ നിലപാട് കർശനമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അറിയിച്ചു. എണ്ണ കള്ളക്കടത്ത് തടയുന്നതിനുള്ള നടപടികൾ കർശനമായി ഇറാനെതിരെ നടപ്പാക്കണമെന്ന ആവശ്യവും ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്നു. എണ്ണക്കടത്തിന് കൂട്ടുനിന്ന 9 എണ്ണക്കപ്പലുകൾക്ക് അമേരിക്ക നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, ഹിസ്ബുള്ളയ്ക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കുന്നതിൽ നിന്നും അമേരിക്ക ഇതുവരെ പുറകോട്ട് പോയിട്ടുമില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.